നമസ്കാരം. ലീഗിന് വളരെ കർക്കശമായ മുന്നറിയിപ്പ് നൽകുകയാണ് കാന്തപുരം വിഭാഗം. അതായത് നമുക്കറിയാം, മാളിയേക്കൽ സുലൈമാൻ സഖാഫി ഇപ്പം വലിയ വിമർശനവുമായി രംഗത്ത് വന്നിരിക്കുന്നു. കൃത്യമായ മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത്. എന്ത് മുന്നറിയിപ്പാണ്? ആ മുന്നറിയിപ്പാണ് ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന അതിനെ താൽക്കാലിക ലാഭത്തിനായി നിങ്ങൾ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ അത് വലിയ പ്രത്യാഘാതമുണ്ടാക്കും എന്നുള്ളതാണ് പറയുന്നത്. അതായത് ജമാഅത്തെ ഇസ്ലാമിയെ എന്താണ് താൽക്കാലിക ലാഭം എന്നുള്ളത് നമുക്ക് നോക്കാം. വോട്ട് പിടിക്കുക എന്നുള്ളതാണ്. നമുക്കറിയാം, കഴിഞ്ഞ കാലഘട്ടത്തിൽ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നമ്മൾ കണ്ടത് ഏറ്റവും അവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയിച്ചതിനെ തുടർന്ന് അവിടെ ആദ്യ ഭാഗം അല്ലെ ആദ്യ ഘട്ടത്തിൽ ആഹ്ലാദ പ്രകടനം നടത്തിയത് ഏത് പാർട്ടിക്കാരാണെന്നറിയാം. വി കെ ശ്രീകണ്ഠൻ അവിടെ നിന്നുകൊണ്ട് പറഞ്ഞത് എന്താണെന്ന് നമുക്കറിയാം. വി കെ ശ്രീകണ്ഠൻ പറഞ്ഞത് അവിടെ ഞങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയുടെയും SDP-യുടെയും വോട്ട് കൊണ്ടാണ് അവിടെ ഞങ്ങൾ ജയിച്ചത്, അങ്ങനെയുള്ള ന്യൂനപക്ഷ വോട്ടുകൾ കൊണ്ടാണ് ഞങ്ങൾ ജയിച്ചത് എന്ന് വി കെ ശ്രീകണ്ഠൻ അന്ന് അത്യുച്ചത്തിൽ പ്രഖ്യാപിച്ചു. അതിനുശേഷം തൊട്ടു പിന്നാലെ വന്ന ഷാഫി പറമ്പിൽ അതിനെ തിരുത്തി പറഞ്ഞു. ഞങ്ങൾ വർഗീയതയെ പ്രോത്സാഹിപ്പിക്കുന്നില്ല, ഞങ്ങൾക്ക് വർഗീയ വോട്ടുകൾ വേണ്ട, ഒരു വർഗീയ പാർട്ടിയുടെയും വോട്ടുകൾ കൊണ്ടല്ല ഞങ്ങൾ വിജയിച്ചത് എന്ന് ഷാഫി പറമ്പിൽ തിരുത്തി പറയുകയും ചെയ്തു. ഈ ഒരു സാഹചര്യത്തിൽ പലപ്പോഴും പലയിടത്തായി പറയുന്നു SDP-യും ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് കൊണ്ടാണ് ഞങ്ങൾ ജയിച്ചതെന്ന് പലപ്പോഴും പലയിടത്ത്. എന്തിനേറെ പറയാൻ, ഈ കെ മുരളീധരൻ തന്നെ പറഞ്ഞതല്ലേ? കെ മുരളീധരൻ എന്ന് പറഞ്ഞ കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് തന്നെ ഇക്കാര്യം വ്യക്തമാക്കിയതല്ലേ? അപ്പോൾ വി ഡി സതീശൻ അതിനെ എതിർത്തുകൊണ്ട് രംഗത്ത് വന്നിരുന്നു. അപ്പോൾ ഇതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ആ സാഹചര്യത്തിലാണ് മാളിയേക്കൽ സുലൈമാൻ സഖാഫിയുടെ ഈ വാക്കുകൾക്ക് വളരെ പ്രാധാന്യമുള്ളത്. അദ്ദേഹം പറയുന്നത്, ജമാഅത്തെ ഇസ്ലാമിയെ താൽക്കാലിക ലാഭത്തിന് വേണ്ടി നമ്മൾ പിന്തുണയ്ക്കുകയാണെങ്കിൽ, ഉൾക്കൊള്ളുകയാണെങ്കിൽ അത് വലിയ രീതിയിൽ ഒരു പ്രത്യാഘാതം സൃഷ്ടിക്കും. ഇത് പിന്നെ മറ്റൊരു കാര്യം കൂടി, ഈ ഇദ്ദേഹത്തിന് അതായത് ജമാഅത്തെ ഇസ്ലാമിക്ക് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ കക്ഷിയെ വിജയിപ്പിക്കാനോ അല്ലെങ്കിൽ പരാജയപ്പെടുത്താനോ കഴിയാത്ത ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് എന്ന് അദ്ദേഹം തുറന്നു പറയുന്നു. അതായത് മതേതര കേരളം ഇങ്ങനെ വരുന്ന അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിയെ പോലുള്ള തീവ്ര വർഗീയവാദികളുടെ കൂട്ടുകെട്ട്, മതേതര കേരളം അതിനെ ചെറുത്ത് തോൽപ്പിക്കുക തന്നെ വേണം എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അതായത് ജമാഅത്തെ ഇസ്ലാമിയെ ആര് പിന്തുണയ്ക്കുന്നോ, ഏതൊക്കെ പാർട്ടിക്കാരാണോ പിന്തുണയ്ക്കുന്നത്, അതായത് ഇപ്പം കൃത്യമായി പറഞ്ഞാൽ മുസ്ലിം ലീഗ് പിന്തുണയ്ക്കുന്നുണ്ട്, UDF അതായത് മൊത്തത്തിൽ പറഞ്ഞാൽ UDF പിന്തുണയ്ക്കുന്നുണ്ട്, കോൺഗ്രസ് പാർട്ടി ജമാഅത്തെ ഇസ്ലാമിയെ ന്യായീകരിച്ച് മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കോൺഗ്രസ് പാർട്ടി ആയിരുന്നാലും ലീഗ് ആണെങ്കിലും അല്ലെങ്കിൽ മൊത്തത്തിൽ UDF ആണെങ്കിൽ പോലും അത് മതേതര കേരളം അതിനെ ചെറുക്കണം എന്ന ഒരു ആഹ്വാനം കൂടി നമ്മൾ സഖാഫിയുടെ വാക്കുകളിൽ നമുക്ക് കേൾക്കാൻ കഴിയും. അപ്പം ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മുന്നറിയിപ്പുകൾ പല പാർട്ടികൾക്കും തങ്ങൾ നൽകിയിട്ടുണ്ട് എന്ന് തന്നെയാണ് ഈ പറയുന്ന കാന്തപുരം സുന്നി വിഭാഗം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നീട് എന്തൊക്കെയാണ് ഇവർ ചെയ്യുന്നത്? ഇപ്പം ഇവരുടെ കുറേ നേതാക്കന്മാരുണ്ട്, ഇവരൊക്കെ കുറേ പുസ്തകങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. കുറേ നിയമങ്ങൾ ഇവർ ഈ ജമാഅത്തെ ഇസ്ലാമിക്കാർ കുറേ നിയമങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ രാജ്യവിരുദ്ധമാണ് എന്നാണ് പറയുന്നത്. അതായത് നമ്മുടെ ഭരണഘടന, നമ്മുടെ ജനാധിപത്യം, നമ്മുടെ ജുഡീഷ്യറി, നമ്മുടെ മതേതരത്വം, ഇതിനെയൊക്കെ തള്ളിപ്പറയുന്ന തരത്തിലുള്ള എഴുത്തുകളാണ് ഇവരിലെ പല പണ്ഡിതന്മാരും അല്ലെ ഇവരുടെ നേതാക്കന്മാർ ഇവിടെ എഴുതി വെച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ജനാധിപത്യത്തെയും നമ്മുടെ മതേതരത്വത്തെയും എന്തിനേറെ പറയും നമ്മുടെ ജുഡീഷ്യറിയെ പോലും തള്ളിപ്പറയുന്ന ഇത്തരത്തിലുള്ള ആൾക്കാരെ നമ്മൾ, അതായത് ലീഗ് അടക്കമുള്ള അല്ലെങ്കിൽ മുസ്ലിം സമുദായത്തിലേക്ക് തന്നെ ഉൾക്കൊള്ളിക്കണോ? ഇവർ നടത്തുന്നത് സത്യത്തിൽ സമുദായ ദ്രോഹമാണ് എന്നാണ് പറയുന്നത്. അതായത് ജമാഅത്തെ ഇസ്ലാമി നടത്തിക്കൊണ്ടിരിക്കുന്നത് സമുദായ വഞ്ചനയാണ്, സമുദായ ദ്രോഹമാണ്. ഇവരുടെ ഇത്തരത്തിലുള്ള നിയമങ്ങൾ ഈ പറയുന്ന മുസ്ലിം സമൂഹത്തെ ഏറെക്കുറെ 50 കൊല്ലം പിന്നിലേക്ക് വലിക്കുന്നതാണ് എന്ന് അടിവരയിട്ട് തന്നെയാണ് സഖാഫി പറയുന്നത്. 50 കൊല്ലം പിന്നിലേക്ക് വലിക്കുന്ന ചില നിയമങ്ങളാണ്. നമുക്കറിയാം, 50 കൊല്ലത്തിന് പിന്നിലേക്ക് നമ്മൾ ചിന്തിക്കുമ്പോൾ മുസ്ലിം എന്ന് പറയുന്ന സമുദായം ഏതൊക്കെ തരത്തിലുള്ള കെട്ടുപാടുകൾക്കുള്ളിലായിരുന്നു എന്ന് നമുക്കറിയാം. അപ്പോൾ അത്രയും വലിയ മോശപ്പെട്ട ഒരു അവസ്ഥയിലേക്ക്, അത്രയും ദാരുണമായ ഇരുട്ടിൻ്റെ ഒരു മറവിലേക്ക് ഈ പറയുന്ന ഈ ജമാഅത്തെ ഇസ്ലാമിയെ കൊണ്ട് എത്തിക്കുകയാണ് സമുദായത്തെ എന്നാണ് അദ്ദേഹം അടിവരയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു തരത്തിൽ പറഞ്ഞാൽ സമുദായത്തോട് യാതൊരു തരത്തിലുമുള്ള സമീപനവും സ്നേഹവും താല്പര്യവും ഒന്നും ഇവർക്കില്ല എന്നുള്ളതാണ്.
ഇനി മറ്റൊരു കാര്യം കൂടി നോക്കാം. ഇദ്ദേഹം ഇതിനു മുൻപ് പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും, അതായത് ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച് പറഞ്ഞിട്ടുള്ള പല വിഷയങ്ങളും ഇതിനു മുൻപ് ചർച്ചയായിട്ടുണ്ട്. അദ്ദേഹം ഇതിനു മുമ്പ് പറഞ്ഞത് എന്താണെന്നറിയോ? കാശ്മീർ താഴ്വരകളിൽ അതുമായി ചേർത്ത് തീവ്രവാദം പുഷ്ടിപ്പെടാൻ തുടങ്ങിയപ്പോഴാണ് ജമാഅത്തെ ഇസ്ലാമി ശക്തി പ്രാപിച്ചു തുടങ്ങിയത് എന്ന് അദ്ദേഹം ഒരിക്കൽ ഫേസ്ബുക്കിൽ കുറിച്ചിരുന്നു. അതിന്റെ അർത്ഥം എന്താണ്? ജമാഅത്തെ ഇസ്ലാമി ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു ഭീകരവാദ സംഘടനയാണ്, മുസ്ലിം തീവ്രവാദ സംഘടനയാണ് എന്നുള്ള തരത്തിലാണ് സഖാഫി പറഞ്ഞു വെക്കുന്നത്. അതുകൊണ്ട് തന്നെയാണല്ലോ പറഞ്ഞത്, കാശ്മീർ താഴ്വരകളിൽ തീവ്രവാദം ബലപ്പെടാൻ തുടങ്ങിയ കാലം മുതലാണ് ഈ പറഞ്ഞ ജമാഅത്തെ ഇസ്ലാമി ശക്തി പ്രാപിച്ചു തുടങ്ങിയത് എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം അത് തന്നെയാണ്. ജമാഅത്തെ ഇസ്ലാമി തീവ്ര വർഗീയ നിലപാടുള്ള ഒരു കക്ഷിയാണ് എന്നുള്ള നിലയ്ക്ക് തന്നെയാണ് അതിന് വ്യാഖ്യാനിക്കപ്പെടേണ്ടത്. അതോടൊപ്പം മറ്റൊരു കാര്യം കൂടി പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പറയുന്ന പോലെ ഒരു ഹിസ്ബുൾ മുജാഹിദീൻ എന്ന് പറയുന്ന തീവ്രവാദ ഗ്രൂപ്പുമായി ഇതിന് വളരെ അടുത്ത ബന്ധമുണ്ട് എന്നൊക്കെയാണ് ഈ പറയുന്ന സുലൈമാൻ വഖാഫി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഈ പറയുന്ന എല്ലാ പാർട്ടികൾക്കും ഇതൊരു ഭീഷണിയായി മാറും. അതായത് ഈ ജമാഅത്തെ ഇസ്ലാമിയായിട്ടുള്ള കൂട്ടുകെട്ട്, അതിപ്പോൾ CPM ആണെങ്കിൽ CPM പണി കിട്ടും. അപ്പോൾ ഒരിക്കലും ഒരു പാർട്ടിയെ വിജയിപ്പിക്കാനോ പരാജയപ്പെടുത്താനോ കഴിയാൻ വയ്യാത്ത അവസ്ഥയാണ്. പക്ഷേ ഇത് മതേതര കേരളത്തിൽ ഒരു വലിയ പ്രത്യാഘാതം സൃഷ്ടിക്കും. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന മതേതര വിശ്വാസമുള്ള കുറേയധികം ആൾക്കാരുണ്ട്. അത്തരത്തിലുള്ള ആൾക്കാർ ഈ പറയുന്ന വർഗീയതയെ ചെറുക്കാൻ, സമുദായത്തെ ഏകദേശം 50 കൊല്ലം പിന്നിലേക്കടിക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ സിദ്ധാന്തങ്ങളെ എതിർക്കാൻ തയ്യാറായി നിൽക്കുന്ന ഒരു വലിയ വിഭാഗം മതേതരവാദികളുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള മതേതരവാദികൾ ഇനി ഇടതുപക്ഷത്തിൻ്റെ ഒപ്പം ജമാഅത്തെ ഇസ്ലാമി നിന്ന് കഴിഞ്ഞാലോ, കോൺഗ്രസിനൊപ്പമോ ലീഗിനൊപ്പമോ നിന്ന് കഴിഞ്ഞാലോ ഇവരെല്ലാം കൂടെ ചെറുത്ത് തോൽപ്പിക്കും. ഈ മതേതരവാദികൾ എന്ന് പറയുന്ന ഒരു വലിയ വിഭാഗം ഇവരെല്ലാം ചെറുത്ത് തോൽപ്പിക്കാനുള്ള ശ്രമങ്ങളായിരിക്കും നടത്തുക. അപ്പോൾ ഇതൊരു വലിയ പ്രതിസന്ധിയിലേക്കാകും പോവുക. അത് പലപ്പോൾ ലീഗിനെ തന്നെയാണ് ഈ ചോദ്യമുനയിൽ നിർത്തിക്കൊണ്ട് തന്നെയാണ് ഇദ്ദേഹം ഈ സഖാഫി കാര്യങ്ങൾ വ്യക്തമാക്കുന്നത് എന്ന് നമുക്ക് ഉറപ്പിക്കാം.